வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. எல்லாரும் பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 4க்குள்ள போயிடலாம். போயிடலாமாக்கா? எஸ். ഒന്ന് പതുക്കെ ചവിട്ടണോ? അവന്റെ ഒരു മീശയും ചവിട്ട് മതിയാക്കാം. ഇനി കിഴി വെച്ചോളൂ. ഒരൊറ്റമൂലി തരണ്ട. ഇത്തിരി ചവർപ്പുണ്ടാവും, സാരാക്കണ്ട. ഇടിച്ചു പിഴിഞ്ഞ ഉപ്പിന് പകരം ഭക്ഷണത്തിൽ കലർത്തി സേവിക്കുക. മൂത്ര തടസ്സം മാറി കിട്ടാനാണേ. മൂത്ര തടസ്സം ഉണ്ടോ? എങ്ങനെ തീരെ അങ്ങ് പോകാതെ ഇങ്ങനെ ഇറ്റി ഇറ്റി കളിക്കാണോ അതോ? ഈ കൊട്ടു കൊടുത്തവൻ ഏതായാലും ബഹു ക്യാമറ ഒന്ന് വിടാതെ എല്ലാ മർമ്മവും കലങ്ങി പോയിട്ടുണ്ടേ. അയ്യോ, പിടിയില്ലല്ലേ? ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും, അത് ഉറപ്പാ. അല്ല, ഈ മൂത്ര തടസ്സം എന്ന് പറയുമ്പോ അടിവയറിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് മൂത്രമർമ്മം. ഒരിക്കൽ മാമ്പിള്ളി കളത്തിന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ മാമ്പിള്ളി കളത്തിന്ന് ഒരു വലിയ ഉരുളിയും കട്ടോണ്ടോടിയ മാധവനെ ആ മാരാത്ത വളവിൽ വെച്ച് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. അന്ന് എനിക്ക് ഇതുപോലെ മൂത്ര തടസ്സം ഉണ്ടാക്കിയാൽ രക്ഷപ്പെട്ടത്. പിന്നെ ഒരാഴ്ച മൂത്രൊഴിക്കാനായിട്ട് കിട്ടിയിരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര ഭേദം. മൂത്ര തടസ്സം അവന്റെ ഒരു നമ്പരാ. എനിക്ക് ഉറപ്പാ ഇത് അവൻ തന്നെ. എന്നാ പിള്ളച്ചനൊന്ന് ഉറപ്പിച്ചോ? അവൻ പിള്ളച്ചനിട്ടും പണിയുന്നുണ്ട്. നോക്കണ്ട, കെട്ടിയൊക്കെ പറ്റി തന്നെ. മോളെ കൊണ്ടുപോയെന്ന് പരിശോധിച്ച് നോക്ക്. അവൻ വിത്ത് വായിക്കഴിഞ്ഞോന്നറിയാം. അവളോട് പോയി ചോദിക്ക്, വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കള്ളനുമായിട്ട് അവർക്ക് എന്താ കച്ചവടം. അതെ, അവനെ കൊടുക്കാനുള്ള സൂത്രങ്ങളെല്ലാം ഉപദേശിച്ച് രുക്മണി കൂടെ നിന്നേ നമ്മുടെ കണ്ണി പൊടിയിലായിരിക്കും പിള്ളച്ച. 3 മാസം വരെ ആയി ഗർഭം അലസിപ്പിച്ച ഒരു കുഴപ്പമില്ല. ഏതായാലും ഇതത്രയൊന്നും ആയിട്ടില്ലല്ലോ. அவங்க வீட்டு பொண்ணை கல்யாணம் பண்ணி தான் இவர் வந்திருக்காரு. திலீப் ஏட்டனோட சம்திங் ரிலேட்டிவ் தான் கல்யாணம் பண்ணிட்டு வந்திருக்காரு அவரு. திலீப் ஏட்டனுக்கு நீங்க மறப்போங்க. മനസ്സിലാക്കിയെടുത്തോളം മതി. ഇനി എന്റെ അനുവാദമല്ലാതെ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുറ്ററിയാൻ തല്ലി ഓടിക്കും. இவர் சங்கதினா வெளியே வரல. தலைவர் மேல இருந்தா குதிச்சு வருவாப்ல. நானும் அதான் நினைச்சேன். வசதியே போச்சு. நானும் அதான் நினைச்சேன். பூட்டும் போதே ஏமா நம்ம வரது நோட்டு இதுவே இல்லையே. அண்டர் கிரவுண்ட்ல பூட்டி வச்சிருக்கணும், தப்பிட்டாரு. ஓகே, என்ன பண்றாரு? കേസ് കൊടുത്ത വൈരാഗ്യത്തിന് അവൻ ആ മാസവൻ എന്റെ മോളെ വശീകരിച്ചു വെച്ചിരിക്കും. എന്താഭിചാരം ചെയ്തിട്ടാന്ന് അറിയില്ല. അവൾക്ക് അവനോട് പ്രേമമാണത്രേ. നമുക്ക് ഈ കേസ് പിൻവലിക്കാൻ പറ്റിയില്ല. എന്നാലെങ്കിലും അവൻ എന്റെ മോളെ എനിക്ക് ആരും തോപ്പിക്കണ്ട. മകളുടെ പഠിപ്പുള്ള കുട്ടിയല്ലേ, നിങ്ങൾ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടതേ. പ്രേമല്ലേ, തന്നേക്കാളും തെറ്റ തന്നേക്കാളും അവൾക്ക് ഉപദേശിക്കുന്നത് ഈ കാലത്ത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ഫലം ഉണ്ടാവാറില്ല. എന്നാലും നമ്മളെല്ലാം ഒരുമിച്ച് കുട്ടികളാക്കാൻ അവനെ അനുവദിക്കരുത്. ആളുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ആളൊരു കളനാണല്ലോ, തന്ത്രശാലിയുമാണ്. അവൻ ഈ പ്രേമം ഭാവിക്കുന്നത് സത്യമാണോ എന്നറിയണം. കേസ് തോൽക്കുന്ന ഉറപ്പായപ്പോ പുതിയ തന്ത്രമാക്കിയതും ആവാം. അതെ, അവന്റെ ഭാഗത്ത് ചിന്തിച്ചാ അതിന് തെറ്റു പറയാനും വയ്യ. ആകെ ഒരു കിടപ്പാണ്. അതും നഷ്ടപ്പെട്ടു പോകുന്നതാവുമ്പോ എന്തും ചെയ്തു. ഇങ്ങനൊരു കേസ് അച്ഛനുമായി നടക്കുന്ന കാര്യം അയാൾ എപ്പോഴെങ്കിലും കുട്ടിയോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? സൂക്ഷിക്കണം. സ്നേഹിക്കണ്ടെന്നല്ല, സൂക്ഷിക്കണമെന്നേ പറഞ്ഞോളൂ. എനിക്ക് വിഷമൊന്നുമില്ല. ഉള്ള തിങ്കളാഴ്ച കാലത്ത് കോടതിയിൽ വന്നാൽ മതി. ഏറ്റിട്ടുണ്ട്. വീടിപ്പോൾ പണിയുള്ളത് വിട്ടിട്ടാ താൻ ഉച്ചപ്പം ഇങ്ങോട്ട് പോകുന്നത്. പോയിട്ട് കാണണം. പണം ഒരു പ്രശ്നമല്ല വക്കീലെ. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ തലയ്ക്കാ പ്രയാസം. പറഞ്ഞ കാര്യങ്ങൾക്ക് അതിന് മുമ്പ് നടക്കണം. இந்த கெட்டனத்துக்கு தான் திரும்ப அடி. இங்க நடக்குது. സൗണ്ട് വിട്ട് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതോ. ആ, നീ അകത്തേക്ക്. കല്യാണം തലേന്തെങ്കിലും തേങ്ങ പോയിട്ട് തീരെ സോണ.
മറന്നേ എല്ലാ കണക്കിലാണ്. ഭഗീരഥൻ പിള്ളയുടെ പരാതി കോടതി ഫയൽ സ്വീകരിച്ചു. കല്യാണത്തിന് മുമ്പോ ചിലപ്പോ കല്യാണത്തിന് അന്നോ മാധവൻ നായർ അറസ്റ്റ് ചെയ്യാൻ കോടതി നോട്ടം ഉണ്ടാവും. ഈ വീടിന്റെ ആധാരം പിള്ളയുടെ കയ്യിലാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ നമ്മുടെ കയ്യില്? തെളിവ് ഇല്ല. മാസപ്പണി കൊടുത്തതിന് രസീറ്റും ഇല്ല. ഡിഫെൻഡ് ചെയ്യാൻ പാടാ. അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. അല്ലെങ്കിൽ ആ പണത്തിന് തുല്യമായ ആൾജാമ്യം. ആരെങ്കിലും ഉണ്ടോ ജാമ്യം നിൽക്കാൻ? 1 ലക്ഷം. എടോ പിള്ളേ, നിനക്ക് ഞാൻ നല്ലൊരു അവസരം തന്നതല്ലേ, എന്തിനാ വിട്ടുകളഞ്ഞെന്ന് ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും കൂട്ടുകാരന്മാരെ? എനിക്ക് എന്റെ കാശ് കിട്ടണ്ടേ? എന്റെ പിള്ളേച്ച, വിദ്വേഷവും പകയൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ. അതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മുടക്കരുതെന്നേ പറയാനുള്ളൂ. അപ്പൊ എന്നോടുള്ള പക തീർക്കാൻ ഇവൻ എന്റെ മോളുടെ ജീവിതം കൊണ്ട് കളിക്കുന്നതോ? കള്ളപ്രേമോ അല്ലോട് ഇവൻ എന്റെ മോളോട് കളിക്കുന്നത്? 20 വർഷം നോക്കി വളർത്തിയ തന്ത പറയുന്ന അവൾക്ക് വിശ്വാസമില്ല. അതിനേ കാര്യം. തന്റെ മോൾക്കാണ് ഗതി വന്നിരുന്നത് താൻ സഹിക്കൂടോ? പിള്ളേച്ചന്റെ നെഞ്ചത്തിട്ട് ആർക്ക് വേണേലും മുള അരക്കാം. എനിക്ക് എന്റെ മോളെ അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ഇവിടെ കാശ് മുടക്കി തന്നെ ഞാൻ ഈ കേസ് പൊക്കിയെടുത്തത്. കല്യാണം മുടക്കാൻ തന്നെ തീരുമാനം. അല്ലെങ്കിൽ ഉള്ള സത്യം അവളോട് തുറന്നു പറഞ്ഞ് അവൻ എന്റെ മോളെ ഒഴിവാക്കി തരട്ടെ. അല്ല പിള്ളേച്ച, ഞാനൊരു രുക്മിണിയായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും. என்ன சொல்றான்? അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്. என்ன பண்ணி தரணுமா விட்டு தரணுமா? കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട ഇപ്പഴാണ് വിദ്യ വിളിക്കുന്നത്. പ്രയോഗിച്ചിട്ടുള്ളതാ. സത്യമായിട്ട് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഇനി വാടി, ഇനി പറയേ. ശാന്തമേ, വന്ന് കേക്ക്. കോടതിയില് പിള്ളേച്ചനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഒരു പോംവഴി നിന്നെ പ്രേമിച്ചു വസ്താക്കിലായിരുന്നു. അതൊക്കെ സുഗുണനും നമ്പൂരിച്ചനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടി മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. எப்படின்னு? வேறெதையும் நம்பி நான் உங்களை ஏமாத்த தயாரா இல்ல சார். உண்மைதான். 20 കൊല്ലം നോക്കി വളർത്തിയിട്ടോ ഈ മനസ്സൊന്ന് കാണാൻ നിനക്ക് പറ്റില്ലോ പിള്ളേച്ച? മാലതിയുടെ കല്യാണമല്ലേ, അതെങ്ങനെ നടത്തേണ്ടത് എനിക്കറിയാം. പിള്ളേച്ചനെ കൊണ്ടാവുന്നൊക്കെ പിള്ളേച്ചനോട് ചെയ്യേ. நான் பிடிச்சது நீ பாத்துக்கோ. വല്യമായിക്ക് വർത്താനം പറയാൻ മാത്രം ഒരു കുട്ടുമില്ല. അയാൾ ആധാരം തിരിച്ചു തരുമ്പോ വാങ്ങിച്ചോട്ട് മിണ്ടാതിക്ക് പോരല്ല. നീ എവിടെ കണ്ടു വെച്ചിരിക്കുന്ന എടുത്തു കൊടുക്കാൻ? ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? ഓണ്ടാറടങ്ങാനായി മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിട്ട് ഭ്രാന്ത് പിടിക്കട്ടാ. നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. അമ്മാതിരി ദ്രോഹമല്ല നീ ഈ അവസാന നിമിഷം കാണിക്കുന്നത്. സ്വന്തം കാര്യം വന്നപ്പോ അമ്മയും വേണ്ട പെങ്ങളും വേണ്ട. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. இதே எனக்கு பிடிக்கல. ഭാര്യ വീട്ടിൽ നിന്ന് പതിച്ചിട്ട് ഭൂമിയുടെ ആധാരം പണയം വെച്ചാ കോടതി കിട്ടാനുള്ള കാശ് കിട്ടും. പറ്റോ? ഞങ്ങൾ എന്റെ മാത്രമല്ല, കോടതി കേസൊക്കെ വീടിന്റെ പേരില്ല. അത് ഏട്ടന്റെ കൂടി ബാധ്യത. എന്നാലും നിനക്ക് ആ പെണ്ണിനെ ഒഴിവാക്കില്ല. പറ്റില്ല ഏട്ടാ. நீங்க உங்க வைஃப் ഇത്രത്തോളം കൊണ്ട് എത്തിക്കാൻ അറിയാമെങ്കിലേ ഒരു കുഴപ്പമില്ലാതെ ഈ കല്യാണം നടത്താനും എനിക്കറിയാം. മാനവിയുടെ കാര്യത്തിൽ ഇത്രയും നാൾ കാണിക്കാത്ത അവലാദ്യം നിന്നെ പാരും കാണിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കണി. നിന്റെ കല്യാണം പറഞ്ഞ ദിവസം തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ ഏട്ടൻ നടത്തും. എന്ത് കട്ടിട്ടായാലും കൊന്നിട്ടായാലും. இப்பயா இருந்திருந்தா அந்த அருணாப்படி ஒரு 5 லட்சம் ரூபாய் இப்ப இருக்கும். ആ ബാലന. ഞാൻ മാധവേട്ടനെ നോക്കി വീട്ടിലേക്ക് പോകാനിരിക്കായിരുന്നു. വഴിയിൽ വെച്ച് സുവർണ്ണ കണ്ടു. മാധവേട്ടൻ അറിയാലോ, ഞാൻ മാലതിയെ കല്യാണം കഴിക്കുന്നതിൽ എന്റെ ബന്ധുക്കൾക്കൊന്നും അത്ര താല്പര്യമില്ല. പെണ്ണുകാരിലുണ്ടായ പ്രശ്നം തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരുവിധം പറഞ്ഞ് ശരിയാക്കിയതാ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ എനിക്കതിന് പറ്റിയെന്ന് വരില്ല. അല്ല മാധവേട്ടാ, 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവര് പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പല്ലേ? കാശിന് എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എങ്ങനെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവാതെ ശരിയോ? ஸ்வீட். എന്തേത്? കോടതി കിട്ടാനുള്ള പണം வாவ், இவருக்கு இது எவ்வளவு காசு? വേറൊരു ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഇപ്പൊ ഇത് നടക്കട്ടെ. മാലതി ഭാഗ്യം ചെയ്ത കുട്ടിയാ. അല്ലെങ്കിൽ ബാലനെ പോലെ ഒരാളെ. സമയം കളയണ്ട. കോടതിയില് നാളെ രാവിലെ തന്നെ പണം കെട്ടണം. ഇപ്പൊ തന്നെ ടൗണിൽ പോയി ഒരു വക്കീലിനെ കണ്ടത് ഏർപ്പാടാക്കിക്കോളൂ. என்னமோ இதுல ஏதோ தப்பா தோணுது. വേറെ ആരും അറിയണ്ട. എന്റെ ബന്ധുക്കളും കൂട്ടരും ഒക്കെ അറിഞ്ഞാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. திருடிட்டாருன்னு சொல்ல போறாங்க அத. ஏதோ ஒரு குத்து. நான் நம்ப மாட்டேன். நான் பல தடவை ஏமாந்துட்டேன். I mean, deleted. എന്റെ ഭഗവാനെ, ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണ്ടേ? അതെ, മതി മതി, അട അടച്ചു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല വാരേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിളിച്ച ഭഗവാൻ എന്റെ കൂടെയാണ്. ஐயோ, மாத்தி புரிஞ்சுக்கிட்டாங்க. மீசி வேற தேவையில்லாம் முடிக்கிட்டாரு. இதான் வச்சு எவனோ பண்ணிட்டானுங்க. அப்பவே நினைச்சேன் ஏதோ ஒரு குத்து இருக்குடாங்க. അവൻ ഇന്നലെ രാത്രി വന്നിട്ടില്ല. എന്താ എന്താ മോനെ? അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി. ഇന്നലെ രാത്രി മാധവനാണെന്ന് എല്ലാരും പറയണത്. ഭഗവാനെ, இவர் லாயர் பக்கத்துல போயிருந்தாரு. ஆமா, ஆலம்பை இருக்குங்க. அவரு கோயிலையும் பார்த்தாங்கல்ல ஆளுங்க. എന്നടാ
മാലതിയുടെ കല്യാണം നടത്താൻ ഭഗവാന്റെ വിഗ്രഹം തന്നെ വേണമായിരുന്നോ? അമ്മേ ഞാനല്ല, ഞാൻ കണ്ടിട്ടില്ല. മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തി നേർവഴി കാണിക്കേണ്ടവളാണ് അമ്മ. എന്റെ ഗതികേട് കൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ എനിക്ക് തരണേ. എന്റെ മോനെ ശിക്ഷിക്കരുതേ ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ജീവിതകാലം മുഴുവൻ ഇവരുടെ കല്യാണം നടന്നില്ലെങ്കിലും ഞാനും എന്റെ മോളും തെരുവിലേക്ക് ഇറങ്ങിയാലും ഈ പാപത്തിന്റെ പങ്ക് ഞങ്ങൾക്ക് വേണ്ട. അമ്മേ ഞാൻ പറയുന്നു. എനിക്ക് നിന്നെ ഇനി കാണുന്ന இது இத்தனை வருஷமா திருடுறான்னு தெரிஞ்சே இது பண்ணாங்கல்ல, அந்த காசுல தானே இருந்தாங்க. This is all clients. தான் ஸ்கெட்ச் போட்டாங்க. സത്യമായിട്ടും ചെയ്തിട്ടില്ല സാറേ. സാറേ ഞാൻ ചെയ്തിട്ടില്ല, സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല. പിടിച്ച് കേട്ടാലും വണ്ടിയിലെ நம்ம லாயர் எங்க போனாரு? சலீம். നോക്കി നിൽക്കാതെ പിടിക്കണം. ഇത് പ്ലാന്റിൽ தெரிஞ்சிச்சு. பட் நோ யூஸ். ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. தேங்க்லெஸ். இல்ல அவங்களுக்கு கம்பேர் பண்ணும்போது இவரா கார்டானா கார்டன் ப்ரையாரிட்டைசேஷன். பட் அதை அவர் எடுத்திருப்பாருன்னு நீங்க நம்புறாங்கல்ல, அது தப்பு. அவர் எடுத்தா எடுத்தேன்றவர், இல்லைன்னா இல்லைன்றவர். ഇന്നലെ രാത്രി 1 ലക്ഷം രൂപ വക്കീൽ കൊടുത്തു. இத மட்டும் ஜெகதி பண்ணியிருந்தாரு. ஜெகதி இல்ல, இந்திரஜித்னு தோணுது எனக்கு. அவங்க 2 பேரும் சேர்ந்து பண்ணுவாங்கப்பா, கூட்டுக்கிழவனிங்க. இது இது மோர் ஆஃப் இந்த கிரிமினல் மைண்ட் எல்லாம் வந்து ஜெகதிக்கு தான் இருக்கு, ஸ்ரீகுமார் தான் இது இந்திரஜித்தோட ரிவெஞ்ச் தோணுது எனக்கு. இருக்கலாம். முத்து பெண்ணே பீனங்கள் வாட் யாரு? அவ்வளோதான். വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. നെഞ്ചുരുക്കി വിളിച്ചപ്പോഴത്തെ വിളി കേട്ടിട്ടുള്ള എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കക്കോ. കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടി ഉള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഊരാൻ പറ്റിയ കല്യാണം നടക്കും. അത്ര എനിക്ക് പറയാൻ പറ്റും. ബാല, നിങ്ങളുടെ ആരുടെയും കൺവട്ടത്തിന് ഒരിക്കലും വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അവൾ ഒരുപാട് കൊതിച്ചുപോയി. അവളെ കൈവിടരുത് ബാല. മാതോട്ടം ചെല്ല്. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. செட்டப் மாதிரி தான் இருக்கு. மாட்டிக்கிட்டாரா வழக்கம் போல. ரெண்டு பேரும் ஒரே இடத்துல மீட் பண்ண போறாங்க. Destiny, history repeats itself. இவர் தான் திருடி இருக்காரு போல. കയ്യെ കിട്ടിയാ നിന്നെ അവരെ വിട്ടു നോക്കിയാലേ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? പാപ്പേട്ടാ, ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച്. എനിക്കറിയാം, കള്ളത്താക്കോടുണ്ടാക്കിയ ശ്രീകോവിലിന്റെ വാതിൽ തുറന്നത്. നീ മുകളിലേക്കില്ലേ കയറാറ്. ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടത് നീ തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇനി നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എങ്ങോട്ട് പോവാനാ പാപ്പേട്ടാ? വീട്ടിലേക്ക് ഏതായാലും പോകണ്ട. നിറച്ച ആൾക്കാരാ. പോലീസുകാർ കയറി കല്യാണത്തിന്റെ പണവും ഒക്കെ എടുത്തോണ്ട് പോയടാ. எல்லாத்தையும் எடுத்துட்டு போயிட்டானுங்களா போலீஸ்காரங்க? എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് പോലെ. പക്ഷെ ഞാനെങ്ങനെയാ? ഇവിടെ ഇങ്ങനെ അപകട. ഒന്നുകിൽ ഇങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും നോക്കുക. அதே மாதிரி வேணான்றாங்களோ? வெயிட் பண்ணி பார்ப்போம். ஏதாவது பேசுறது கேட்க போதும். ആ മുടിഞ്ഞ മാധവനെ വഴിയിലാരോ കണ്ടതാ പറ്റിയത്. ഇനി അവനെ തപ്പി ഇവറ്റയ്ക്കൊന്നും ഉറക്കൂല്ല. ഇനി ഏതാണ്ട് 2 ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. നാളെ വൈകുന്നേരമെങ്കിലും വിഗ്രഹം കൊച്ചിയിൽ എത്തിച്ചില്ലെങ്കിൽ ആ സേട്ട് മുതലാളി. ഓ സേട്ട് മോലാളി, അയാൾക്ക് അവിടെ നിന്ന് കൊലത്തിയാ മതി. ബാക്കിയുള്ളവനെ അവിടെ നിന്ന് இவங்க தான் எடுத்திருக்காங்க. നാട്ടുകാരൻ ഒതുങ്ങാതെ വിഗ്രഹം അവിടെ എടുക്കാൻ നോക്കുന്ന റിസ്കാ. അതുവരെ 2 ആളും ഇതിനകത്ത് ഇരുന്നാ മതി. മനസ്സിലായല്ലോ? കഴിക്കും തൂറ്റി ആ പൊട്ടക്കണക്കിന് കയറിയപ്പം കാര്യത്തില്ല. കയറി പിടിച്ച മുരിക്കലും ആ കാര്യമൊന്നും പോയിട്ടേ ഉള്ളൂ. சிலை இங்க இருக்கு. நான் சொன்னேன்ல, அதான் அவனுக்கு வேற இன்டென்ஷன் இருக்கு. திட்டாங்களை கூப்பிட்டு வர்றாரு, லீடு பண்ணிட்டு வர்றாரு இல்லையா? ഞാനാ വിഗ്രഹം കെട്ടവരെ ഞാൻ കണ്ടു പാപ്പേട്ടാ. എസ്ഐയുടെ വീട്ടിലാണ് ഞാൻ ഒളിക്കാൻ കയറിയത്. അവിടെ അവരുണ്ട്. എസ്ഐയും അവരുടെ സംഗതിപ്പെട്ടതാ. വിഗ്രഹം നീ കണ്ടോ? ഇല്ല. വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഇന്നലെ രാത്രി ഈ നിമിഷം വരെയും അവർക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചാ ഞാൻ രക്ഷപ്പെട്ടു. ഈ നാട്ടിൽ എത്രയോ കാണാനുണ്ടാ. എവിടെ വെച്ചാ തപ്പുക? എന്താ കയ്യിൽ ചോര? അത് സാരമില്ല. കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചതാ മുരിക്കില്ല. அது அவனே அதே சொல்லியிருப்பான். ഇതാ പൊട്ടക്കണക്കിന് കയറിയപ്പം കാല് തന്നെയതാ. കയറി പിടിച്ചത് മുരിക്കലും. പാപ്പേട്ടാ,
വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പിൽ പൊട്ടക്കിട്ടില്ല. இது வீட்டில் வச்சிருக்கீங்களா? ഇത് എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലും എടുത്തു കൊടുത്താലും നമ്മൾ കൊടുക്കും. കണ്ണാൻ നീ എന്ന ആളുകൾ വിശ്വസിക്കണമെങ്കിലേ കട്ടവന്മാർ വന്ന് തന്നെ ഇതെടുക്കണം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളെ കൈയോടെ പിടികൂടുക വേണം. അതിനുമുമ്പ് മറ്റാരും ഈ വിഗ്രഹം ഇതിനകത്ത് കണ്ടാ നമ്മളെ രണ്ടുപേരും കുടുങ്ങും. ഇനി 3-4 ദിവസം കഴിയേണ്ട അവരിത് എടുക്കും തോന്നണില്ല. അപ്പോഴേക്കെന്റെ മാലതിയുടെ കല്യാണം. ഇന്ന് രാത്രിയാണ് നമുക്കിത് അവരെ കൊണ്ടിരിപ്പിക്കണം. എങ്ങനെ പപ്പേട്ടൻ എന്റെ കൂടെ നിൽക്കാമോ? പനിയായിരിക്കും, നടക്കാൻ കൂടി പറ്റാതെ ഞാൻ ഇങ്ങനെ നിന്റെ കൂടെ നിൽക്കുക. അതിനൊക്കെ വഴിയുണ്ട്. എടാ നീ എന്നെ കളയാൻ കൊണ്ടുപോകണോ? ആ കേറ് എപ്പോഴാണ് ഇറക്കുക? ஓ சிலை இவர் கடத்திட்டாரு அப்படிங்கிற மாதிரி கட்டுறதுக்காக தூக்கிட்டேன்டா சிலையை அப்படின்னு சும்மா சீன் போடுவார்னு நினைக்கிறேன். കീഴടങ്ങാൻ വന്നതാ. പിടിച്ച് നാട്ടുകാർ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. വിഗ്രഹം ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. കട്ടതാരെന്നും പറയാം. എന്തായാലും ഞാൻ തന്നെ കൊടുക്കുമെന്നറിയാം. എന്നാലും തേവരുടെ വിഗ്രഹം ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. അറസ്റ്റ് ചെയ്യടും. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റിയെന്ന് വരില്ല. இவர் மாட்டக்கூடாதுன்னா அரெஸ்ட் ஆகணுமோ? அதாவது அரெஸ்ட் பண்ணி கூட்டு போறப்ப ஆளுங்கெல்லாம் கேட்பாங்களே, அப்போ எல்லாருக்கும் முன்னாடி உண்மையை சொல்லிடலாம்ல. உண்மையை சொல்லணும் இல்ல, இவர் மாட்டிக்கிட்டாருன்னா அதாவது இவர் வந்து சிலையை கடத்திட்டேன் அப்படி ஐ மீன் இவர் நம்ப வைக்கணும். இந்த இந்திரஜித்தை வந்து நம்ப வைக்கணும், சிலையை நான் எடுத்துட்டேன் அப்படின்னு சொல்லிட்டேன். அப்படின்னா தான் அவங்க போய் வச்ச இடத்துல சிலையை பார்ப்பாங்க, தேடி பார்ப்பாங்க நான் எடுத்துட்டானா இல்லையான்னு பார்க்கறதுக்கு. நைஸ். ஆனா இந்திரஜித் வந்து நம்ம ரீசெண்டா நெகட்டிவ் ரோல்லே பார்த்துட்டு இருக்கோம்ல. ഇത് കലക്കി. ആ இப்ப அவர் மூட்டையிலேருந்து வந்து இவரை காப்பாத்திடுவாரு. ஐயோ இது ப்ராப்ளம் ஆச்சு. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കും. ഇപ്പോഴല്ല, വിഗ്രഹം ഇവിടുന്ന് കടത്തിയതിന് ശേഷം. മുല്ലപ്പൻ പപ്പേട്ടൻ പുഞ്ചപ്പടം വഴി പൊക്കോ. ആദ്യം കോയം പുഷ്കരനെ വിവരം അറിയിക്കേ. ഞാനേ ഈ കാലം വെച്ച് അവിടുത്തെ അമ്മ വിഗ്രഹം പൊക്കി സ്ഥലം വിടും. ഇല്ല പപ്പേട്ട, നമ്മുടെ തേവരെ ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. அவ்வளோதான். இப்போ எல்லாத்துக்கு முன்னாடியும் நல்லா இருந்தா ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച് ഞാനല്ല. ഞാൻ പറയുന്നു மியூசிக் பத்தியா? You have bad intentions. Karma is boomerang. அவ்வளோதான். വിഗ്രഹം പപ്പേന്റെ പറമ്പിൽ പൊട്ടക്കെട്ടിലുണ്ട്. കട്ടത് ഞാനല്ല. കട്ടവർ അതുകൊണ്ട് തടയാൻ നോക്ക്. சொல்றத கேளுங்க. டேய் சிலை வேணுமா அடிக்கணுமாடா? ആദ്യം അവൻ പറഞ്ഞ സത്യം നോക്കാം, എന്നിട്ട് മതി തലയിൽ കൊല്ലലും. இவருதான் போலீஸ். வெரி குட் பாய். எடுத்துட்டாங்கடா. அவ்வளோ ஸ்பாட்டில் பிடிச்சிருவாங்க இப்போ. ரைட்டு, இனி இப்படி தப்பிப்ப. கைங்களமா சம ஐடியா. ஐயோ துப்பாக்கி வச்சிருக்காரு. நைஸ். இப்போ ஹீரோ ஆயிடுவாரே. குழந்தைய பிடிச்சிருக்கேன். நாட்டுக்காரரே, அதான் நாட்டுக்காரரே, ஹெல்ப் பண்ணுங்கப்பா. ரிவெஞ்ச் டைம். ஏன்னா இவருக்கு பேட் இன்டென்ஷன் ஸ்டார்டிங்ஸ்ல இருந்து ரொம்ப அப்ரப்டா தெரிஞ்சுதுடா. എന്റെ ദേവരെ,
இது நல்லா இருக்கு இந்த சாங். அவங்க மம்மி, ருக்மிணியோட மம்மி, இவர் தீஃபா இருந்தாலும் இவங்களை குறை சொல்லல. ஆனா போலீஸ் அங்க மேல ஏறினதுக்கு வந்து திட்டிகிட்டே இருந்தாங்க. അവൻ ആളെ പദ്ധതി ചേച്ചി കെട്ട ഇൻറ്റൻഷനിൽ എന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. ഈ കള്ളമാധവന്റെ കാവലുള്ളപ്പോ ചേക്കിയുടെ തേവരെ കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്ര കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ. കള്ളം പോലീസിനെ പിടിച്ചേ. முள்ளப்பன் லெகசி. ரைட். You deserve it, bro. ഒരു സലീം വരെ. എനിക്ക് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അധികാരമില്ലല്ലോ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ എത്തുകയും ചെയ്യും. റാങ്ക് எள்ளு வெள்ளம் தான் இடிச்சு சாப்பிடுறதா? ഒന്ന് നിന്ന് വിളക്കാം. മാധവൻ രുക്മിണിയെ നോക്കി മീശ വിരിച്ചിരിക്കുക. ഈ വാശി വൈരാഗ്യം പറഞ്ഞ് ഇവന് കൊടുക്ക്. വെറും കള്ളനായിരുന്ന അവനെ ഇനി ഒരു പെൺമോഷ്ടാവ് കൂടി ആക്കണം. ഇതിന് താൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവൻ ഇവിടെ പൊക്കു. ഭീഷണിയാ. പോലീസിനെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഫോൺ ചെയ്ത് இவரு கூப்பிட்டு ശരിയാ പോച്ചാ. എന്റെ പരിധി ശരിയായി. പിള്ളേച്ചാ, ഈ അടി 2 കൊല്ലവും പഠിച്ചിരുന്നെങ്കിൽ എന്റെ 3 കല്യാണം മുടങ്ങില്ല. 3 കല്യാണം മുടങ്ങി പോച്ചാ. സന്തോഷം തീർക്കാനായി നാട്ടുകാരുടെ പേരിൽ ഒരു 4 വെടിമഴയാണ് കിടക്കിച്ചേ. വേണ്ട, എന്റെ പേരിൽ ആരും വഴിപാട് നടത്തണ്ട. ആ വഴിപാട് കൃഷ്ണവിലാസത്തിൽ ഭഗീരഥൻ പിള്ള മകൾ രുക്മിണിയുടെ മൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൾ திரும்பிட்டாரு போல. നടത്തിയ ஏதோ நல்லது செஞ்சாச்சு. இவங்க பிரேயர் வச்சு வெடி வெடிக்கிறாங்கடா கோயில். நம்ம தேங்காய் உடைக்கிற மாதிரி. கட்சி நடிப்பா வெயிட் பண்றாரு. போன் இல்லாத காலத்துல எவ்வளவு ஜாலியா இருந்திருக்காங்க. எல்லாம் இத்தனை பேர் அசம்பிளா விஷயம். நல்லா வெளியே தான் இருப்பாங்க. எதுனா ஓடி வந்துருவாங்க. ஆக்சுவலா வெளிலதான் இருக்கு. இல்லன்னா வயல்ல மாத்தி மாத்தி பக்கத்துல ஒர்க் பண்றது. சார் நைஸ் லைஃப். இல்ல வயல்ல வேலை சேர்த்து தான் நம்மளால முடியாது. ஹார்டான ஒர்க் பட் நைஸ் லைஃப். ஹெல்தியா இருப்பாங்க. யாருக்கும் தொப்பை இருக்காது. நமக்கு தான் வந்து வீட்லயே உட்காந்து தொப்பைல வருது. எனக்கு வந்து ஒரு ஃபன்னான மூவி, செம ஜாலியா போச்சு. சாந்து போட்லி நீங்க வில்லன் ஹீரோ காம்போ. அது அதுல காவியா மாதவன் ஹீரோயின். சாந்து போட்டுல காவியா மாதவன் கிடையாது. அவங்க காம்போ வில்லன் ஹீரோ காம்போ அவங்களுக்கு நல்லா இருக்கு. இந்திரஜித் ஆக்டிங் என்னப்பா பயங்கரம் பண்றாப்ல சாமி. எனக்கு வெறுப்பே வந்துருச்சு அவர் மேல. அவர்லாம் தூக்கி சாப்பிட்டுறாருப்பா. ஆக்டிங்ல சான்ஸ் இல்ல. பிரசன்ஸ் அப்படி இருக்கு. நான் இது வரைக்கும் பார்த்த திலீப் ஏட்டன் மூவிலேயே பயங்கர சாமியான லுக் இருந்துச்சுப்பா. கொச்சி ராஜாவில எனக்கு லுக் ரொம்ப பிடிச்சிருந்துச்சு. எனக்கு ஃபார் சம் ரீசன் இதுல வந்து பயங்கரமா பிடிச்சிருந்துச்சு. வில்லேஜர் லுக் தான். பட் அது ஒரு கியூட் அண்ட் ஹேண்ட்ஸம். பயங்கர ஹேண்ட்ஸம், பயங்கர சாமிங்கா இருந்தாரு. அந்த ஒரு 4 days ஷேவ் பண்ணி 4 days ஆன பியர்டு, அந்த ஒரு மீசை, அந்த ஒரு ஹேர், சம்திங் ஆளு பயங்கர சாமிங்கா இருந்தாரு. பயங்கர சாமிங் சான்ஸே இல்ல. நான் படம் ஃபுல்லா தான் நினைச்சிட்டு இருந்தேன். ஒவ்வொரு சீன்லயுமே செம்மையா இருந்தாரு. ஒரு ஃபன்னான மூவி எடுத்துட்டு போயிருந்தாங்க. நல்லா இருந்துச்சு. வித்யாசாகர் மியூசிக் வந்து எனக்கு ஆடட் போனஸ். நான் வந்து பயங்கரமா வைப் பண்ணிட்டு இருந்தேன். நான் ஃபர்ஸ்ட் சாங் கேட்டு இது என்னடா அது டிஃபரெண்டா இருக்கு. இந்த டைம்ல மலையாள மூவிஸ்ல இந்த மாதிரி வைப்ஸ் எல்லாம் நான் சாங் கேட்டதே இல்லையே, நியூவா இருக்கு அப்படிங்கிறத பார்த்தா தெரியுது வித்யாசாகர் மியூசிக்னு சொல்லிட்டு. ஸோ மியூசிக்குமே எனக்கு ரொம்ப பிடிச்சிருந்துச்சு. இது சலீம் குமார் வந்து நான் அதிகமா எக்ஸ்பெக்ட் பண்ணேன். கொஞ்சம் கம்மியா தான் வந்தாரு. ஆனா வந்த போர்ஷன்ஸ் எல்லாம் சூப்பரா இருந்துச்சு. எனக்கு பிடிச்சிருச்சு. அசோகனுக்குமே வந்து லிமிட்டடான இதுதான் இருந்துச்சு. ஃபர்ஸ்ட் ஹாஃப்ல இருந்த அளவுக்கு ஓப்பனிங் மாஸ் பண்ணியிருந்தாரு. அது நல்லா இருந்துச்சு. ஜெகதிக்கு தான் அவரு என்ன அவரு மோஸ்டா வந்து ஒரு நெகட்டிவ் ஷேடான காமெடி பண்ற மாதிரி நான் நோட் பண்றேன். நான் பார்த்த எல்லாத்துலயுமே வந்து ஒரு நெகட்டிவ் ஷேடான காமெடியாவே இருக்கு. ஆனா அவருக்கு வந்து பயங்கர ஸ்கோப் இருந்துச்சு. சூப்பரா பண்ணியிருந்தாரு. டஃப் இல்லைன்னா அவங்க காவியா மாதவன் ரொம்ப எங்க இருந்தாங்க இதுல. ஆமா எனக்கு இன்னொன்னு என்ன பிடிக்கும்னா, இப்ப நம்ம சைட் ஆஃப் இண்டஸ்ட்ரி சில மூவிஸ்ல வந்துட்டு ஃபிட்னஸ், இப்போ மெயினா ஹீரோயின் போடும்பொழுது அவங்களுக்குன்னு ஒரு லுக் வந்து ஒரு எக்ஸ்பெக்டேஷன் இருக்கும் ஃபிகர் வைஸ். பட் வந்து நான் நிறைய மலையாள மூவிஸ்ல பார்த்திருக்கேன். அவங்க வந்து சைஸ், லுக்கு இல்ல வெயிட் அதெல்லாம் மைண்ட் பண்ணாம
யார் வந்து நல்ல ஒரு ஆக்டிங் இருக்காங்களோ, நல்ல ஒரு ஸ்கிரீன் பிரசன்ஸ் கொண்டு வராங்களோ, அவங்கள பார்த்து சூப்பரா போட்டுடுறாங்க. அது வந்து நான் நெறைய டைம் எப்ப நான் காவியா மாதவன் பார்த்தாலும் எனக்கு தோணும். சைஸ் 0 சொல்றீங்க. சைஸ் 0 இல்ல ஹவர் கிளாஸ் ஃபிகர் இல்ல வந்துட்டு ஃபிட், ஃபேர், லுக் சம்திங் ஏதோ ஒரு வந்து ஒரு ஹீரோயின்னா இப்படிதான் இருக்கணும் அப்படின்னு ஒரு டால் மாரி ஆமா. வச்சிருப்பாங்க. அவ இரஸ்பெக்டிவ் ஆஃப் த சைஸ் அவங்க அத மைண்டே பண்றதில்ல. அவங்க டான்ஸ் இருக்கும். நம்ம வந்துட்டு நம்ம வெயிட் போட்டா நம்மளால டான்ஸ் பண்ண முடியுமா? நமக்கு டான்ஸ் ஆனா நல்லா இருக்குமா? அப்படிலாம் யோசிப்போம்ல. அவங்க ரொம்ப கம்ஃபர்டபுளா வந்து அவங்களோட ஆக்டிங் வந்து சூப்பரா கேரி ஓவர் பண்றாங்க. இன்னொன்னு கண்ணு. எல்லா படத்துலயும் கண்ணுக்கு ஒரு 2, 3 க்ளோஸ் அப் ஷாட்டாவது வச்சிருவாங்க. அப்படி ஒரு கண்ணு அவங்களுது. தட் இஸ் நைஸ். ஆக்சுவலி அவங்க வந்து பயங்கர எக்ஸ்ட்ரீம் பியூட்டிப்பா. ஆ அந்த டைம்ல வந்து அவங்க தான் வந்து ரூல் பண்ணியிருப்பாங்க போல. ஆமா. நெறைய மூவிஸ்ல இருக்காங்க. நெறைய பேர் வந்து காவியா மாதவன் ஃபேனும் நானும் பார்த்துருக்கேன். பயங்கர எக்ஸ்ட்ரீம் பியூட்டி இவங்க. நீ சொன்ன பாயிண்ட்ல எனக்கு தோணுது என்னன்னா, ஆக்சுவலி தமிழ் ஃபிலிம்ஸ்லயுமே இருந்திருக்கு. மீரா ஜாஸ்மின் அவங்க. ஸோ இருக்காங்க. ஆக்சுவலி காவியா மாதவன் ரெகுலரா பார்க்குறேன் உனக்கு அப்படின்னு நினைக்கிறேன். பட் நீ சொன்ன பாயிண்ட் கரெக்ட் தான். இல்ல ஒரு நான் வந்து ஒன்ஸ் ரொம்ப பாயிண்ட். காமனா பாக்குறேன் மலையாளம் இண்டஸ்ட்ரீஸ்ல. நமக்கு வந்து சிச்சுவேஷனுக்கு ஏத்த மாதிரி இல்லைன்னா கேரக்டருக்கு ஏத்த மாதிரி போடுவாங்க. பட் மோஸ்ட்லி வந்து இப்போ ஹீரோயின்ஸ்க்கு பெருசா ஸ்கோப் இல்லைன்னா ஒரு ஹீரோயின் அப்படின்ற ஒரு போர்ஷனுக்காக ஒரு வந்துட்டு பேபி போவாங்க. டால், ஆமா. பாபி டால் ஒரு நல்ல மூவி. எனக்கு ரொம்ப பிடிச்சிருந்துச்சு. என்டர்டெய்னிங்கா இருந்துச்சு. நிறைய பேத்துக்கு வந்து ஃபேவரட்டான மூவிங்கிற மாதிரி சொல்லியிருந்தீங்க. என்ன எங்களுக்கு வந்து சப்டைட்டில்ஸ் அதனால கொஞ்சம் இம்பார்ட்டன்ட்டான டைம்ல வந்து ஹார்டான மலையாளம் வேர்ட்ஸ்லாம் யூஸ் பண்றது மட்டும் கொஞ்சம் புரிஞ்சுக்க கஷ்டமா இருந்துச்சு. பட் கான்டெக்ஸ்ட் வச்சு சம்ஹவ் ஃபிகர் அவுட் பண்ணிட்டோம். ஹோப்ஃபுல்லி மோர் அண்ட் மோர் மூவிஸ் நிறைய புரியும்னு நினைக்கிறேன். பட் மலையாளம் வேர்ட்ஸ் ஆஃப் த டே பஞ்சசாரம், பிணங்கல்லை. எனக்கு வந்து இந்த 2 வேர்ட்ஸ் ரொம்ப பிடிச்சிருந்துச்சு. இந்த நான் இன்னைக்கு கத்துக்கிட்ட மலையாளம் வேர்ட். உனக்கு அது இருக்கா? எனக்கு வந்து ஒண்ணு ஓர்த்து நோக்கு அப்படின்னா வந்து ஒர்த்து ஞாபகப்படுத்தி ஒர்த்து கொஞ்சம் நோக்கு. ஞாபகப்படுத்தி சொல்லு. ஒர்த்து நோக்கு. ஓகே. ஓகே. we enjoyed it. மீண்டும் இந்த மாதிரி இன்னொரு வீடியோல சந்திப்போம். வேற ஏதாச்சும் பார்க்கணும்னாலும் கமெண்ட் செக்ஷன்ல சொல்லுங்க. அடுத்த வீடியோல சந்திப்போம். நன்றி, வணக்கம். பை பை.